നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ ശരീരശാസ്ത്രം കൊണ്ട് മികച്ച കഥാപാത്രങ്ങളെ പ്രദാനം ചെയ്ത നമ്മുടെ സ്വന്തം ബാബു ആൻ്റണി ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. ബാബുവുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. ഈ സ്റ്റീരിയോ ടൈപ്പ് വില്ലൻ കഥാപാത്രങ്ങളിലൂടെ താങ്കൾ കുറേ കടന്നുപോയി. അതിൽ ബലാത്സംഗം നടന്നിട്ടില്ലല്ലേ? ഇല്ല, ഞാനത് ഫസ്റ്റ് എനിക്കറിയില്ല. ഞാൻ ഏത് ലാംഗ്വേജ് ആണെങ്കിലും എനിക്കൊരു വില്ലൻ നെഗറ്റീവ് ക്യാരക്ടർ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്നത് നോ റേപ്പ്. ആ ഒരു ട്രെൻഡ് തന്നെ ചേഞ്ച് ചെയ്ത് ഞാനാണ്. കാരണം ഞാൻ വില്ലനായിട്ട് വരുന്ന ബലാത്സംഗം ചെയ്യാത്തൊരു വില്ലൻ താങ്കൾ മാത്രമായിരിക്കും. അങ്ങനെ ഒരു ട്രെൻഡ് ഞാൻ ചേഞ്ച് ചെയ്തു. കാരണം എന്തിനാണ് ഒരു വില്ലൻ ബലാത്സംഗം ചെയ്യുന്നത്? വാട്ട് യു ഗെയിൻ ഔട്ട് ഓഫ് ഇറ്റ്? നിങ്ങൾ എന്താ അപ്പോൾ പറഞ്ഞു ഓഡിയൻസിന് ഒരു ത്രില്ലാണ്. ഞാൻ വാട്ട് കൈൻഡ് ഓഫ് ഓഡിയൻസ് യുനോ അങ്ങനെയൊന്നുമല്ല ഓഡിയൻസ്. താങ്കൾ വില്ലനാകാം, പക്ഷേ ഇത് ഒഴിവാക്കണം. അത് ഒഴിവാക്കണമെന്ന് ഞാൻ വളരെ നിർബന്ധമായിട്ട് പറയും. അതുപോലെ ഈ പെണ്ണുങ്ങൾ നമുക്ക് അടിക്കുക അങ്ങനെയുള്ള സീൻസ് ഒന്നും ഞാൻ ചെയ്യില്ല. അപ്പം അതുപോലെ ഈ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എനിക്ക് ഒരുപാട് വെറൈറ്റി വില്ലൻ കഥാപാത്രങ്ങൾ കിട്ടി. അതായത് നാടോടിക്കാത്ത മലയാള സിനിമയിലെ ഒരു പുതിയ വില്ലൻ പരിവേഷം താങ്കളെ സൃഷ്ടിച്ചത്. അതെ അതെ, ഒരു പ്രത്യേക രീതിയിൽ അത് വളരെ സബ്ഡ്യൂഡ് ആയിട്ടുള്ള സെറ്റിൽഡായിട്ടുള്ള ആക്ഷൻ, അട്ടഹാസങ്ങളൊന്നും ഇല്ലാതെ ഉള്ളൊരു സംഭവം. അതെനിക്കൊരു മനസ്സിൽ ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. അങ്ങനെയാണ് നമ്മുടെ സ്റ്റൈൽ, അല്ലെങ്കിൽ ഐ വാണ്ടഡ് ദാറ്റ് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ തെലുങ്കും കന്നഡയും അങ്ങനെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഓവർ എക്സ്പ്രഷനും കാര്യമാണ്. അവിടെയും ഞാൻ വളരെ സെറ്റിലായിട്ട് ചെയ്തത്. പക്ഷേ അവരാണ് ഈ റേപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ. പക്ഷേ ഞാൻ പറഞ്ഞു ഐ വോണ്ട് ഡു ഇറ്റ്. ഐ വിൽ നോട്ട് ഇൻസൾട്ട് എ വുമൺ, ഐ വിൽ നോട്ട് മോളസ്റ്റ് എ വുമൺ. ഇഫ് ഐ വാണ്ട് മീ ടു ഷൂട്ട് ആൻഡ് കിൽ, ഐ ഷൂട്ട് ഓർ സ്റ്റാബ്, നോ പ്രോബ്ലം. നോ ഇൻസൾട്ടിങ്, നോ മോൾസ്റ്റേഷൻ. വില്ലനിൽ നിന്ന് താങ്കൾ നായക പരിവേഷത്തിലേക്ക് എത്തി. എന്താ കാരണം വെച്ചാൽ കുറച്ച് ഒരു പിടി നല്ല സിനിമകൾ താങ്കൾക്ക് കിട്ടി. സാധാരണത്തിൽ വില്ലൻ അങ്ങനെ നായകനിലേക്ക് അങ്ങോട്ട് വരാറില്ല. പക്ഷെ താങ്കൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം താങ്കൾക്ക് ലഭിച്ചു. പക്ഷെ സസ്റ്റെയിൻ ചെയ്തില്ല ബാബു. ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് 7 years ഫോർ മീ ടു ബിക്കം എ ഹീറോ. അത് ഞാൻ അപരാനാന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഞാൻ ഹീറോ ആയിട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ഉപ്പുകണ്ടം ബ്രദേഴ്സ്, ഗാന്ധാരി, അങ്ങനെ ഒരു 1 year ആയി കഴിഞ്ഞപ്പോൾ ബ്രദേഴ്സ് ഒക്കെ നന്നായിട്ട് നിറഞ്ഞോടിയ പടങ്ങളാണ്. ഭയങ്കര സൂപ്പർ. ഇപ്പോഴും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണത്. ഇവിടെ താങ്കളുടെ ശരീരത്തിന്റെ സാധ്യതകൾ നന്നായിട്ട് ഉപയോഗിച്ചു. അതെ അതെ. പക്ഷെ ഞാനൊരു പറഞ്ഞാലൊരു ബോഡി ബിൽഡർ അല്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞാൽ ഈ ബീയിങ് മസ്കുലർ ഈസ് മാർഷൽ ആർട്സ്. അങ്ങനെയല്ല ശരിക്കും. മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു തലമാണ്. അതിൻ്റെ ഒരു ഭയങ്കര മസിൽസ് ഒന്നും, അതിൻ്റെ സ്വിഫ്റ്റ്നെസ്, അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി, അതെ അല്ലേ, അതിൻ്റെ ടെക്സ്ചറൊക്കെ കാര്യമുള്ളൂ. യു ഡോണ്ട് ഹാവ് ടു ബി ബോഡി ബിൽഡർ. ഒരുപിടി നല്ല സിനിമകളിൽ താങ്കൾ മുൻനിര നടനായിട്ട് കാസ്റ്റ് ചെയ്യപ്പെട്ടു. മറ്റ് ഭാഷകളിലേക്കും പോയി. കുറേയൊക്കെ മറ്റ് സിനിമകളിലും അഭിനയിച്ചു. ഒരു കണക്കിന് വേറൊരു ലെവലിലേക്ക് ബാബു പോകുമെന്ന് ആൾക്കാർ ധരിച്ചു. ദൗർഭാഗ്യവശാൽ അവിടെ എന്തോന്നിരുന്നു പോയി. ഞാൻ ഇപ്പം മലയാളത്തിൽ ഞാൻ കുറേ സിനിമകൾ ചെയ്തപ്പോൾ ഒരു വർഷം ഞാനൊരു 10 സിനിമകളും ചെയ്തു. എല്ലാം ഒരേ പാറ്റേണുള്ള സിനിമകളായിരുന്നു. അതിൻ്റെയൊക്കെ ബഡ്ജറ്റൊക്കെ വളരെ ലോ ബഡ്ജറ്റ് വരുന്നു. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുഴയുമെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ അതിനൊരു ബ്രേക്ക് ഇട്ടു. അങ്ങനെ വരുന്ന സിനിമകൾ അതായത് ചെറിയ ബഡ്ജറ്റും കുറേ ചെറിയ സെറ്റപ്പും, അതായത് എനിക്ക് ഫൈറ്റ് ചെയ്യാൻ ഇതുവരെ കിട്ടിയുള്ള എൻ്റെ ആക്ഷൻ പടങ്ങൾ, വലിയ ആക്ഷൻ സിനിമകളാണെന്ന് പറയുന്നത്, എനിക്ക് ഫൈറ്റ് ചെയ്യാൻ കിട്ടിയ സമയം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അല്ലെങ്കിൽ 8 മണിക്കൂർ 6 മണിക്കൂറൊക്കെയാണ്. ഗാന്ധാരി എന്ന് പറഞ്ഞ സിനിമയുടെ ക്ലൈമാക്സ് രംഗം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 2 മണിക്കൂർ കൊണ്ടാണ്. അപ്പോൾ അങ്ങനൊരു സിനിമ നമ്മൾ ആക്ഷൻ സിനിമകൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ആക്ഷൻ സിനിമയ്ക്ക് വേറെയും ചില ഇൻഗ്രീഡിയൻസ് ആവശ്യമാണ്. നമ്മുടെ ഈ കൈയും കാലും മാത്രം പോരാ. അതിന് കുറച്ച് നല്ല ചേസ് വേണം, അതുപോലെ തന്നെ കുറച്ച് ബ്ലാസ്റ്റിംഗ് വേണം, അതുപോലെ തന്നെ എന്തെങ്കിലും ഹെലികോപ്റ്റർ ഷോട്ടോ അല്ലെങ്കിൽ ബോട്ടിൻ്റെ ചേസ്, അങ്ങനെയൊക്കെയുള്ള ഒരു കുറച്ചുകൂടെ ബഡ്ജറ്റുള്ള സംഭവങ്ങൾ വന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അതൊരു ബ്രേക്ക് ഇട്ടു. പിന്നെ ഞാൻ മറ്റുള്ള ഭാഷകളുടെ കാര്യം പറഞ്ഞു. മറ്റുള്ള ഭാഷ ഞാൻ നെഗറ്റീവ് ക്യാരക്ടറുകൾ കേറ്റർ ചെയ്യുമായിരുന്നു. അത് തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എല്ലായിടത്തും. അപ്പോൾ അവർക്ക് നമ്മളെപ്പോലെ ഒരാളെ ആവശ്യമാണ്. അന്ന് ഞാൻ ഫൈറ്റ് ചെയ്യാനും ആക്ഷൻ ചെയ്യാനും അന്ന് എനിക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അതും ഞാനൊരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ നിർത്തി. കാരണം അങ്ങനെ കുറേ പോയി ആക്ഷൻ ചെയ്ത് പൈസ കിട്ടും. പിന്നെ അതുപോലെ ഇപ്പോഴും വേണമെങ്കിൽ അതെനിക്ക് ചെയ്യാൻ പറ്റും. കാരണം അന്ന് അവിടുത്തെ ഹീറോസ് എല്ലാം എൻ്റെ വളരെ നല്ല സുഹൃത്തുക്കളാണ്. തമിഴിലെയും തെലുങ്കിലെയും കന്നഡത്തിലെയും എല്ലാ സൂപ്പർ സ്റ്റാറുകളും എല്ലാ പുതിയ താരങ്ങളും ഇപ്പോൾ വന്ന പുതിയ ആൾക്കാർ പോലും അവരുടെയൊക്കെ മക്കളാണ്. അപ്പോൾ ഞാനൊന്ന് ഏസ് പറഞ്ഞാൽ അവരിപ്പോഴും നമ്മളെ വിളിക്കും. പക്ഷേ എനിക്കിനി ആവശ്യം എന്ന് വെച്ചാൽ ഇനിയൊരു ലൈഫ് യു ഹാവ് ടു ഗ്രോ ഓൾഡ് ഗ്രേസ്ഫുള്ളി. യു ഹാവ് ടു ഗോ ലിറ്റിൽ മോർ മെച്യൂർഡ്. യു ഹാവ് ടു ഷോ സംതിങ് മോർ ദാൻ ദാറ്റ് യു ഹവ് ഡൺ ബിഫോർ. അതിനുവേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ബാഡ് ലക്ക്, ദൗർഭാഗ്യമല്ല. ഐ എം വെയിറ്റിംഗ്. അതിനിയും വരും. ബാബു എത്ര പ്രാവശ്യം വീണു? ഞാൻ പലതരത്തിലും വീണിട്ടുണ്ട്. കാരണം അടി വീണ് കിടന്നിട്ട് പിന്നെ ആൾക്കാർ അടിച്ചിട്ടുണ്ട്. അവിടെ കിടന്നിട്ട് എഴുന്നേറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അതൊന്നും ഐ ഡോണ്ട് റിയലി കെയർ. അതല്ല, ഐ ടേക്ക് ഇറ്റ് ആസ് എ പോസിറ്റീവ് തിങ് ഇൻ ലൈഫ്. ഇപ്പം തിരിഞ്ഞു നോക്കുക ഒരു തമാശയായിരിക്കും. അതൊക്കെ തമാശയാണ്. ലൈഫ് അങ്ങനെയാണ്.
ആ സമയത്ത് പക്ഷേ അതൊരു വലിയൊരു മനോവേദനയായിരുന്നില്ലേ? തീർച്ചയായിട്ടും അല്ല. കാരണം എനിക്ക് വേദനകളൊന്നും ഉണ്ടായില്ല. എനിക്ക് സംഭവിച്ച കുറേ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് കുറച്ച് പടങ്ങളില്ലാതായി കാണും, അല്ലെങ്കിൽ കുറച്ച് കരിയറിന് ഒരു ബ്രേക്ക് വന്ന് കാണും. പക്ഷേ എന്നെ പേഴ്സണലായിട്ട് എന്നെ ആ സമയങ്ങളൊക്കെ ഞാൻ ഐ ലിവ്ഡ് മൈ ലൈഫ്. എനിക്കറിയില്ല, ഞാൻ ചോദിക്കാമോന്ന് എനിക്കറിയില്ല, ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ചോദിച്ചില്ലെങ്കിൽ ബാബു വിചാരിക്കും ഈ ബ്രിട്ടാസ് എന്തൊരു മണ്ടറാണ്. അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കില്ല കേട്ടോ. ഇല്ലേ? എന്നാലും താങ്കളുടെ വ്യക്തി ജീവിതത്തിൽ താങ്കൾക്കുണ്ടായിട്ടുള്ള ഒരു സൗഹൃദം, ഒരു പ്രണയം, അത് വലിയൊരു ദുരന്തമായി കലാശിക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്കൊരു പ്രണയം ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ്. ഞാൻ ഒരിക്കലേ പ്രണയിച്ചിട്ടുള്ളൂ. അതൊരു ഇന്ത്യൻ വനിതയായിരുന്നു. ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ, അതായത് കല്യാണം ഞാനൊരു ക്രോണിക് ബാച്ചിലർ ആകാനായിട്ടാണ് എൻ്റെ ആദ്യത്തെ തൊട്ടുള്ള തീരുമാനം. അങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഞാനൊരു പ്രണയത്തിൽ വീണു. ഒരു ഇന്ത്യൻ പെൺകുട്ടിയെ കല്യാണം സിനിമയിൽ നിന്നൊന്നുമല്ല, ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് കണ്ടുമുട്ടി പ്രണയിച്ചു. അത് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ നടന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ശക്തമായ ഒരു തീരുമാനം എടുത്ത് ഞാൻ കല്യാണം കഴിക്കുന്നില്ല. ക്രോണിക് ബാച്ചിലർ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അതിനിടയിൽ വേറൊരു ഒരുപാട് പേര് എന്നെ പ്രണയിക്കുന്നെന്നും, അതായത് എന്നെ കല്യാണം മാധ്യമങ്ങളിലൊക്കെ ഏതോ ഒരു നടീനെ എനിക്കും മനസ്സിലാകുന്നില്ല എന്താണ് ഇതുവരെ മനസ്സിലായില്ല. ആ പെൺകുട്ടിയെ പിന്നെ കണ്ടോ? ഇല്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തോ പ്രണയാന്ന് ആൾക്കാർ പറയുന്നുണ്ട്, യഥാർത്ഥം എന്താണ്? അതെന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഒരു 10-30 പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞു. ഞാൻ ഒരിക്കലും കാണാത്ത ആൾക്കാർ പോലും പലയിടത്തും ക്ലെയിം ചെയ്തിട്ടുണ്ട്, ഞാൻ ബാബുവാനെ പ്രേമിക്കുന്നു, എനിക്ക് ബാബുവാനെ കല്യാണം കഴിക്കണം. എനിക്ക് താങ്കളോട് ഭയങ്കര അസൂയതാണ്. ചിലരൊക്കെ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങളെനിക്കറിയാം. ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ കാണുമ്പോൾ ഞാൻ കല്യാണം കഴിക്കും. താങ്കളുടെ ജീവിതത്തിലെ ആകെ ഗൗരവമായിട്ടുള്ളൊരു പ്രണയം അല്ലെങ്കിൽ പ്രണയഭംഗം എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞ പോലെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടിയായിട്ടുള്ള, അതെ അതെ അല്ലേ? അതെ അതെ. ആ പെൺകുട്ടിയെ താങ്കൾ വിട്ടതാണോ അതെയോ? അല്ല, അത് പല സാഹചര്യങ്ങൾ കൊണ്ടും അത് നടന്നില്ല. അത് വളരെ വ്യക്തിപരമായ ഒരു കാര്യമാണ് ഞാൻ അതിവിടെ പറയുന്നത്. ഓഫ് കോഴ്സ്. എന്ന കാരണത്തിൽ അത് എങ്ങനെ വളരെ വേദന തോന്നിയ ഒരു വിരഹത്തിന്റെ വേദന മനസ്സിലായി. അത് ഒരു എന്താ പറയുന്നത്, ഒരു പ്യുവർ ലവ് ആയിരുന്നു. ഐ റിയലി വാണ്ടഡ്. എത്ര കാലം അത് വേട്ടയാടിയത്? അത് കുറേ കാലം, അൺടിൽ ഐ മെറ്റ് മൈ വൈഫ്. പിന്നെ ഞാൻ വൈഫിനെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൽ നിന്നൊക്കെ. അപ്പം അതിന്റെ അർത്ഥം ഒരു 8-10 വർഷം അത് കയറി. അതിനിടയ്ക്ക് അതിനിടയിൽ താങ്കൾ പല രീതിയിലും പല പ്രണയത്തിലേക്ക് താങ്കൾ വലിച്ചഴക്കപ്പെട്ടു. ഇല്ല, പ്രണയമില്ല. അല്ലെങ്കിൽ ഇൻവെർട്ടർ ആരെങ്കിലും എന്നോട്, ഏതെങ്കിലും ഒരു സ്ത്രീ എന്നോട് താല്പര്യം കാണിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇതൊന്ന് മാറുക, കാരണം ഞാൻ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. താങ്കളുടെ ആ പഴയ പ്രണയത്തിന്റെ വിരഹത്തിൽ നിന്ന് താങ്കൾക്ക് മോചനം കിട്ടിയില്ല? അല്ല, ഞാൻ താല്പര്യമില്ല എന്ന് പറയും. കാരണം നമുക്കിപ്പോൾ ഒരാളെ കാണുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും കല്യാണം കഴിക്കാൻ പറ്റും. ഇപ്പോൾ ബ്രിട്ടാസ് ഒരാളെ കണ്ട്, ബ്രിട്ടാസിന് ഒരാൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയും, മിസ്റ്റർ ബ്രിട്ടാസ്, ഐ ലവ് യു സോ മച്ച്, വിൽ യു മാരി ഹെർ? യു കനോട്ട്. കാരണം യു ഹാവ് യുവർ ചോയ്സ്, അല്ലേ? യു ഹാവ് യുവർ ചോയ്സ്. യു നോ ഹൂ യു വാണ്ട് ടു മാരി. ഇറ്റ് ഈസ് റിട്ടൺ ദെയർ. ബാബു, ഇപ്പം എല്ലാവരും താങ്കളെ പ്രണയിച്ചത് കല്യാണം കഴിക്കാൻ വേണ്ടി ആയിരിക്കില്ലല്ലോ. അല്ല, ചിലരങ്ങനെ കല്യാണം കഴിച്ചാൽ ഒരു ഗുണം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിക്കണം. അതെ, മറ്റവർക്ക് വേണമെങ്കിൽ ബാബു ആരുടെയെ പോലുള്ള ഒരു യോഗ്യനായിട്ട് ഒരു സുഹൃത്തിനെ കിട്ടാൻ വേണ്ടി വേണം താങ്കൾ പ്രണയിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു പ്രണയത്തിൽ താങ്കൾക്ക് വ്യാപൃതനാകുന്നതിന് കുഴപ്പമില്ല. അല്ല, അങ്ങനെ വ്യാപൃതനാകാതിരിക്കുകയാണ് നല്ലത്. അത് അനുഭവം കൊണ്ട് പഠിച്ചാൽ. അതെ അതെ, അങ്ങനെ വ്യാപൃതനാകാതിരിക്കുകയാണ് നല്ലത്. എനിവേ, എന്തായാലും എനിക്ക് ആ താങ്കൾ പ്രണയിച്ച ആ പെൺകുട്ടി എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. എന്താ കാരണം അറിയോ? ആ പെൺകുട്ടി താങ്കളുടെ മനസ്സിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം ചെറുതല്ല. എന്ന കാരണത്താൽ ഒരു 1.5 പതിറ്റാണ്ട് കാലം താങ്കളെ ഇങ്ങനെ പിടിച്ച് കൊളുത്തി വലിക്കാൻ ആ പ്രണയത്തിന് കഴിഞ്ഞു എന്നുള്ളത് ആ പ്രണയത്തിന്റെ ഒരു ഇന്റൻസിറ്റി, അതിന്റെ ഒരു തീവ്രത വെളിപ്പെടുത്തുന്നതാണ്. അതെ, അതിപ്പം എൻ്റെ നിന്നാണോ കൂടുതൽ ഇന്റൻസിറ്റി ഉണ്ടായെന്ന് എനിക്കറിയില്ല കേട്ടോ. ആ കുട്ടി ഇന്ന് കേരളത്തിലുണ്ടോ? ഒത്തിരി നാളായിട്ട് വലിയ കോണ്ടാക്ട്സ് ഒന്നുമില്ല. ഒത്തിരി നാളെന്ന് പറയുമ്പോൾ ഒരുപാട് വർഷങ്ങളായി. ഒരുപാട് വർഷം. അന്നേ അതൊക്കെ നമ്മളങ്ങനെയാണല്ലോ, വൺസ് ഇറ്റ് ഈസ് നോട്ട് ഡൺ. പഞ്ചാബികൾ പറഞ്ഞ രാത് ഗയാ ബാത് ഗയാ ബസ്. Then you take little time for you to get out. ഇത് കഴിഞ്ഞ് താങ്കളെ ഈ മനോവേദനയിൽ നിന്ന് മോചിപ്പിച്ചത് ഒരുപക്ഷെ ഇതായിരിക്കാം. ഞാൻ വരട്ടെ. Manile maya porolom nie, ninjagam nie tum kanale. Chirakutalarone, dinimon nilen avon, alavata snehatin, oromin navanoni, aranoni, 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 aranoni. Thank you.
ഇതാണ് ഇവരാണ് ബാബു ആന്റണിയുടെ വിരഹത്തിൽ നിന്ന് ബാബു ആന്റണിയെ മോചിപ്പിച്ചത്, തീവ്രമായ ഒരു വേദനയിൽ നിന്ന്. അവർക്ക് എന്തോ പറയാനുണ്ട്, അതുകൂടെ കേട്ട ശേഷം ബാക്കി. Hi Bob, how are you? I know that you're a good actor and people love you a lot. I'm just wondering why you're not doing many movies. ഭാര്യ വരെ ചോദിക്കാൻ തുടങ്ങി, why you are not doing many movies എന്നല്ലേ. പക്ഷേ എനിക്ക് അറിയേണ്ടത് ഭാര്യ റഷ്യൻ അമേരിക്കൻ. ദാറ്റ്സ് എ മിക്സ് അല്ലേ? റൂസോ അമേരിക്കൻ. അതായത് റഷ്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത്, അതായത് അമേരിക്കയിലുള്ള ആൾക്കാരെല്ലാം പല സ്ഥലത്തുനിന്നും മൈഗ്രേറ്റ് കൺട്രി. അതെ. അപ്പോൾ ഇവരുടെ ഒറിജിൻ റഷ്യയാണ്. എങ്ങനെയാണ് ഈ ഒരു ഭൂഖണ്ഡങ്ങൾ താണ്ടിയുള്ള പ്രണയം വന്നാൻ പറ്റുന്നത് ബാബു? ഞാൻ US വെച്ച് ഒരു ക്രിസ്മസ് പാർട്ടി ഉണ്ടായിരുന്നു, അവിടെ ഒരു ഫാമിലി ക്രിസ്മസ് പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചാണ് ഈ പുള്ളിക്കാരി പിയാനോ വായിച്ച ഈ ബീതോവൻ്റെ ഏതോ ഒരു സംഭവം പാടിക്കൊണ്ടിരിക്കുകയാണ്. പാട്ട് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. പുറകിൽ നിന്നാണ് ഞാൻ കണ്ടത്, ഫേസ് കാണാൻ പറ്റില്ലായിരുന്നു. ഇങ്ങനെ പിയാനോ ഇങ്ങനെ ഒരു, പിന്നെ ഞാനിങ്ങനെ പോയി നോക്കിയപ്പോൾ എന്തോ ഒരു ഈ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ ടച്ച് ചെയ്ത്. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ പുള്ളിയോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, എനിക്ക് ഐ ലൈക്ക് യു വെരി മച്ച്, ഷാൽ വി ഗോ ഫോർ ഡിന്നർ ഓർ സംതിങ്. പുള്ളി പറഞ്ഞു നോ. കാരണം പുള്ളിക്ക് നമ്മളെ അറിയത്തില്ല, ഏതോ രാജ്യത്തു നിന്ന് വന്ന ഒരു കറമ്പൻ. അവർ നോക്കും നമ്മളെ കറമ്പന്മാരാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളത് പെർസിസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൂടുതൽ അടുക്കാനും. കാരണം അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഡിന്നറിന് പോയി, പിന്നെ ഞങ്ങൾ കൂടുതൽ അടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വിവാഹത്തിനെക്കുറിച്ച് പറയുകയുണ്ടായി, സംസാരിക്കുകയുണ്ടായി. അപ്പോൾ പുള്ളിയുടെ പേരൻസൊക്കെ ഭയങ്കരമായിട്ട് എതിര് പറഞ്ഞു. കാരണം ഇപ്പോൾ എന്താണ് പുള്ളി ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾക്കുണ്ടാകുന്ന കുട്ടികൾ എങ്ങനെ ഉണ്ടാവും, അവർ ഏത് കൾച്ചറിൽ വളരും, അവരെ കണ്ടാൽ എങ്ങനെ ഇരിക്കും, അവർ കൺഫ്യൂസ്ഡ് ആകത്തില്ല, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഏതൊക്കെയാലും എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് ഞങ്ങൾ കല്യാണം കഴിച്ചു. ഇപ്പോൾ അത് കല്യാണം കഴിച്ചിട്ട് എൻ്റെ കൂടെ പുള്ളി പൊൻകുന്നത്ത് വന്നു. 9 വർഷം പൊൻകുന്നത്ത് താമസിച്ചു എന്നുള്ളത്. 9 വർഷം പൊൻകുന്നത്ത് താമസിച്ചു. മോനൊക്കെ അവിടെയായിരുന്നു വളർന്നത്. ഇപ്പം 2-3 വർഷമായിട്ട് കൊച്ചിയിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തു. ഇപ്പം വൈഫും മക്കളും കൊച്ചിയിലുണ്ട്. അടുത്ത വർഷം ഞാൻ ഇവരെ US ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്, ദേ ഓൾസോ നീഡ് സം ചേഞ്ച്. മക്കള് നാച്ചുറൽ US സിറ്റിസൺസ് ആണോ? അതെ, രണ്ടുപേരും US സിറ്റിസൺ. അതെ. ഉണ്ടായത് US-ലല്ല, ഒരാളുണ്ടായത് മോസ്കോയിലും ഒരാളുണ്ടായത് നമ്മുടെ കോട്ടയത്തുമാണ്. പക്ഷേ I can file being a citizen. I can file for them. ഓക്കെ. ബാബു എന്ന കാരണം ചെയ്ത് ഭയങ്കര കൾച്ചറലി ഹൈലി ഡൈവേർജൻ്റ് ആണ്, ഒരു ഡെഡ്ലി കോക്ടെയിലാണ് എന്ന കാരണം. നല്ലത്. That's a nice word to put it. I never thought about it. കോക്ടെയിൽ. ഒന്ന് റഷ്യ അമേരിക്ക എന്നാൽ അതൊരു കോക്ടെയിൽ, അതിൻ്റെ കൂടെ ഇവിടുന്ന് പോയിട്ടൊരു കോക്ടെയിൽ. പിന്നെ അവർ പൊൻകുന്നത്ത് 9 വർഷം ജീവിക്കണു, പിന്നെ ഇപ്പം ഇന്ത്യയിൽ ജീവിക്കണു. വലിയൊരു, എനിക്ക് തോന്നുന്നു ബാബുവിനിപ്പം ഇവിടെയുള്ള പല തലങ്ങളിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു ദൂരക്കാഴ്ച കിട്ടാൻ വേണ്ടി ഒരു പക്ഷേ വിവാഹം സഹായിച്ചിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. നമ്മളൊരു എന്താ പറയുന്നത്, ഇതൊരു വാട്ട് ഐ വുഡ് സേ ഈസ് ഇഫ് ദർ ഈസ് ലവ്. കാരണം ഐ ഡോണ്ട് നോ ഹെർ ലാംഗ്വേജ്. പുള്ളിയുടെ ലാംഗ്വേജ് എനിക്കറിയത്തില്ല, എൻ്റെ ലാംഗ്വേജ് പുള്ളിക്കും അറിയത്തില്ല. കോമൺ ലാംഗ്വേജ് ഡെഫിനറ്റ്ലി ഇംഗ്ലീഷ്. അപ്പോൾ ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ എന്ന് പറയാറുണ്ട്, തമാശയ്ക്ക് പറയാറുണ്ട്. പക്ഷേ പുള്ളിക്കാരത്തിൽ മലയാളം പിക്കപ്പ് ചെയ്തിട്ടുണ്ടാവില്ലേ? ഇല്ല, ഞാൻ നിർബന്ധിച്ചില്ല. കാരണം ഷീ ഈസ് ഓൾറെഡി അഡ്ജസ്റ്റിംഗ് വിത്ത് സോ മെനി തിങ്സ് ഹിയർ. പൊൻകുന്നത്തൊക്കെ 9 വർഷം ജീവിക്കണമെങ്കിൽ മലയാളം ഇല്ലാതെ മനസ്സിലാവുന്നുണ്ടാവും. കാരണം മദറിന് ഇംഗ്ലീഷ് അറിയില്ല, എൻ്റെ മദറിന് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ഭയങ്കര കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നടന്നിരുന്നു. ഈ 7 അല്ല 9 വർഷം എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തു വിത്തൗട്ട് സ്പീക്കിംഗ് ടു ഈച്ച് അതർ. അപ്പോൾ ഞാൻ പറയുന്നത്, ഇഫ് ദർ ഈസ് ലവ് യു ഡോണ്ട് നീഡ് എ ലാംഗ്വേജ്. അതെ, ഭാഷയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവമൊന്നുമില്ല, യൂണിവേഴ്സലാണ്. അതെ, ആ സ്നേഹം, നമ്മുടെ ഒരു ജസ്റ്റർ. അപ്പം ഞാൻ മിസ്റ്റർ ബിട്ടാസിനെ നോക്കി ഒന്ന് ചിരിച്ചു. ഇറ്റ് ഡസൻ കോസ്റ്റ് യു എനിത്തിങ്. അത് ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ഇറ്റ്സ് ബേസിക്കലി ഇഫ് യു ഹാവ് ദ ബോഡി ലാംഗ്വേജ്, ദേ അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. അപ്പോൾ താങ്കൾ ഈ വിവാഹത്തിന് ശേഷം കാം ഡൗൺ ചെയ്തോ? I've been always calm down. അതല്ല, പഴയ വികാര പ്രശ്നങ്ങൾ there's all phases of life. ഒരു ചെറിയ ഒരു സമയത്ത് നമ്മൾ യു ബിക്കം കൈൻഡ് ഓഫ് Casanova or whatever it is. That's what you meant. That's what I really meant. I knew that. Yeah. Of course. ഒരു കാലഘട്ടത്തിൽ ക്ലബ്ബുകളിലും നിശാ പാർട്ടികളിലും ശലഭം പോലെ പറന്നിരുന്ന
ബേസിക്കലി ബാബു ആന്റണി അതെ ആ ദുശീലങ്ങളൊക്കെ വെടിഞ്ഞ് ഒരു വീടിന്റെ സംരക്ഷണയിലേക്ക് ചുരുങ്ങി ബിക്കോസ് യു ഹാവ് ടു ചേഞ്ച് അക്കോർഡിംഗ് ഉണ്ടോ ഇങ്ങനെ പറന്ന് കളിച്ച ഒരു വ്യക്തി പെട്ടെന്ന് നോട്ട് അറ്റ് ഓൾ അപ്പോൾ നമുക്ക് റിപ്പൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ആയുസിൽ ചെയ്യേണ്ട കുരുത്തക്കേട് മുഴുവൻ ചെയ്ത് തീർത്തുകൊണ്ടാണ്. But I never used to drink. I never used to do drugs. I always was very disciplined. I never used to go out with wrong people, wrong women, I mean. I never used to go out. You never used to go with wrong people. Wrong people, yeah. Wrong ആണെന്ന് ആരും തീരുമാനിച്ചത്. That we can make out. ശരിയായിട്ടുള്ള ഒരുപാട് കുട്ടികളുള്ളപ്പോൾ പിന്നെ റോക്കറ്റ് കൂടെ പോകാൻ കാര്യമില്ല. എന്തായാലും അതൊക്കെ ഒരു കാലഘട്ടം, അതിനെയൊക്കെ പിന്നോട്ട് തള്ളി. Yes, you have to, you know, every phase you have to change in life. മനനം ചെയ്യാൻ കഴിവുള്ളവനാണല്ലോ മനുഷ്യൻ. അതെ, വരട്ടെ. അദ്ദേഹത്തിൻ്റെ ഉയർച്ചയും എൻ്റെ താഴ്ചയും ഒക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഒരു എന്താ പറയണ്ട, ഒരു നല്ല ഫംഗ്ഷനൊന്നും അടുത്ത് നിർത്താൻ കൊള്ളരുതാത്ത ഒരു മനുഷ്യനാണ് ഈ ഹൈറ്റ് കാരണം. ഇതേ അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ നമ്മുടെ എല്ലാ പൊക്കവും എല്ലാ സംഗതികളും അവിടെ അവസാനിക്കും. പിന്നെ ഒരു സന്തോഷമുള്ളത്, അണ്ണാച്ചി കുറേ സംഗീതം ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അതായിരിക്കണം ഒരുപക്ഷെ ഞങ്ങളെ ഇത്രയും സ്നേഹബദ്ധരാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ അണ്ണാച്ചി കിടന്ന് ബന്ധപ്പെടുന്നുണ്ടെന്ന് അറിയാം. ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, നമ്മൾ വിളിക്കാറുണ്ട്. ട്രിവാൻഡ്രത്തുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റായിട്ട് ബുഹാരിയിലെ പുട്ടും മട്ടനും കഴിച്ചിരിക്കും. അപ്പോൾ എനിക്ക് വേറൊന്നും ചോദിക്കാനല്ല, എനിക്കൊരൊറ്റ ചോദ്യം അണ്ണാച്ചി അടുത്തുള്ളത്, അണ്ണാച്ചിക്ക് ഈ ഹൈറ്റ് ഏതെങ്കിലും വിധത്തിൽ ആരെയായിട്ടുണ്ടോ? ഏതെങ്കിലും അവസരത്തിൽ എന്തും ആവാം, ഇത് ആപ്പായിട്ട് വന്നിട്ടുണ്ടോ ഈ ഹൈറ്റ്? ശരത്തെ, ഞാൻ പറയാം, പല കുരുത്തക്കേടും ചെയ്ത് കഴിയുമ്പോൾ ഈ ഹൈറ്റുള്ളവനാണ് ആദ്യം പിടിക്കപ്പെടുന്നത്. ആ അർത്ഥത്തിൽ ഒരുപാട് കുരുത്തക്കേട് ഉടായ്പ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ ബാബുവിന് അതൊക്കെ ആ സമയത്ത് ആദ്യം നമ്മുടെ തല കാണ്ടും, അതെ, അപ്പോൾ പിടിക്കപ്പെടും. പക്ഷെ അതല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ പോലെ ഒരു അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹൈറ്റ് വളരെ പ്രധാനമാണ്. ഇറ്റ് അഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ബോഡി ലാംഗ്വേജ്. ഇപ്പോൾ നമ്മളിപ്പോൾ വളരെ ടോളാണെങ്കിലും നമുക്ക് വളരെ സൈലൻ്റായിട്ട് ഒരു റൂമിൽ കയറിയിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റും, ആരും കാണാതെ. കാരണം നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ്. ചില ആൾക്കാരുണ്ട് റൂമിലേക്ക് കയറി ചെന്നാൽ ഒച്ച വെച്ച് ബഹളം വെച്ച് എവറിബഡി ഹാസ് ടു നോ ദാറ്റ് ഹീ ഈസ് ഇൻ ദ റൂം. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഐ ജസ്റ്റ് ഗോസ് വെരി സ്മൂത്ത്ലി ആൻഡ് കം ഔട്ട്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഞാൻ താങ്കളെ പുറമേക്ക് ഒരുപാട് സദസ്സുകൾ കണ്ടിട്ടില്ലെങ്കിലും കണ്ടിട്ടുള്ള അപൂർവം സദസ്സുകളിലൊക്കെ താങ്കൾ വളരെ ക്വയറ്റായിട്ട് വരുന്നു, ഇരിക്കുന്നു, പരിപാടിക്കിടയിൽ അല്ലെങ്കിൽ പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ പയ്യെ ഇറങ്ങി പോകുന്നു. ആ കസേരയ്ക്ക് പോലും അറിയില്ല താങ്കളവിടെ വന്നിരുന്നു എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും ഇങ്ങനെ ആൾ വന്നിരുന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ ഈ ശരത്തുമായിട്ടൊരു ബന്ധം എന്ന കാര്യം, ശരത്ത് ഇപ്പോഴും താങ്കളുടെ വേറൊരു മുഖമാണ് ശരത്ത് ഇഷ്ടപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒന്ന്, താങ്കളുടെ സ്വഭാവത്തിലെ പ്രത്യേകതകൾ, ഒരു തനിത്ത സ്വഭാവം. രണ്ട്, സംഗീതത്തോടുള്ള താങ്കളുടെ താല്പര്യം, പാട്ടിനോടുള്ള താങ്കളുടെ കമ്പം. ഇത് എവിടെ കിട്ടിയതാണ് ഈ പാട്ടിനോടുള്ള കമ്പം? അതാണ്, എനിക്ക് പാടാൻ അറിയില്ല. പാട്ട് ഇടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട്, പക്ഷേ എനിക്ക് സംഗീതമായിട്ട് ഞാനിപ്പോൾ ട്രൈ ചെയ്യിപ്പിച്ച എന്തായിരിക്കും, ഏത് പാട്ടായിരിക്കും പാടും? തീർച്ചയായിട്ടും ഞാൻ പാടും, ഒരു പാട്ട് നമുക്ക് ധൈര്യമായിട്ട് പാടും. എല്ലാവരും വിചാരിക്കും ഞാൻ എന്തിനാണ് ഈ പാട്ട് പാടുന്നത്, പലരും ചോദിച്ചിട്ടുണ്ട്. കറുകറുത്തൊരു പെണ്ണാണ്, കടഞ്ഞെടുത്തൊരു മെയ്യാണ്. കറുകറുത്തൊരു പെണ്ണാണ്, കടഞ്ഞെടുത്തൊരു മെയ്യാണ്. കാടിൻ്റെ ഓമല മോളാണ്, ഞാവൽപ്പഴത്തിൻ്റെ ചേലാണ്. കെള്ളിൻ കറുപ്പ് പുറത്താണ്, ഉള്ളിൻ്റെ ഉള്ളു തുടുത്താണ്. കറുകറുത്തൊരു പെണ്ണാണ്, കടഞ്ഞെടുത്തൊരു മെയ്യാണ്. അപ്പൊ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇതെന്തായാലും ഈ പാട്ടെന്തായാലും ഭാര്യയുടെ മുമ്പിൽ പാടാൻ പറ്റില്ല. അതെങ്ങനെ കറുകറുത്തല്ല. അപ്പൊ എന്നോട് ചോദിക്കാറുണ്ട്, അപ്പൊ ഇത് എവിടെ പാടി? എവിടെ പാടിയതല്ല, കുടുംബകലം ഉണ്ടാക്കല്ലേ, ഭാഗ്യത്തിന്. അല്ലെങ്കിൽ ഞാൻ ഊഹിക്കും ഇതൊരു ഇന്ത്യൻ പ്രണയകഥയുടെ ഭാഗമാണ്. നമ്മുടെ പ്രേമത്തിന് കളറോ ഭാഷയോ ദേശമോ ഒന്നുമില്ല. രണ്ട് മക്കള്, രണ്ട് ആൺകുട്ടികളല്ലേ അല്ലേ? ആൺകുട്ടികളും പാടും അല്ലേ? അവർ നന്നായിട്ട് പാടും, എന്നെ പോലല്ല. അത് എനിക്ക് തോന്നുന്നു, അമ്മ മ്യൂസീഷ്യനാണ് ബേസിക്കലി. പുള്ളി പിയാനിസ്റ്റാണ്, അതുപോലെ കമ്പോസറാണ്. പുള്ളി ഏകദേശം ഒരു 10-30 വർഷത്തോളം വെസ്റ്റേൺ ക്ലാസിക്കൽ പുള്ളി പഠിച്ച ആളാണ്. അത് ജീവിതം സംഗീതമായിട്ട്. ഇദ്ദേഹം ഒരു പടത്തിലൊരു പാട്ട് പാടിയിട്ടുണ്ട്, ഒരു മങ്കിപ്പൻ എന്ന പടത്തിലൊരു ഇംഗ്ലീഷ് പാട്ട് പാടിയായിരുന്നു. അതിനുള്ള എന്തൊരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു. അത് അവര് എന്തൊക്കെയോ അവർ സി ഡിയിൽ ഉപയോഗിച്ചില്ല. അത് അപ്പോൾ ഒരു കൊച്ചിനോട് ചെയ്യുന്നൊരു
എന്താ പറയുന്നത്, സിനിമ എന്താണെന്നുള്ള കാര്യം എന്നെക്കാളും കൂടുതൽ അറിയാവുന്നതാണല്ലോ ബാബു. അപ്പോൾ എപ്പോഴാണ് ഇവനെ US പഠിക്കാൻ വേണ്ടി വിടുന്നത്? ഇനിയിപ്പോൾ അടുത്ത വർഷം ഇവരെ അങ്ങോട്ട് ആക്കാനായിട്ട്, ഫാമിലി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? അങ്ങോട്ട് ഫാമിലി മാത്രം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഞാൻ ട്രാവൽ ചെയ്യല്ലോ എന്ന് വിചാരിച്ചു. ഏതൊക്കെ രണ്ടാമത്തെ മകനെ കാണിച്ചില്ലെങ്കിൽ അവനൊരു ഹേർട്ടാവും. അതെ, ഫ്യൂച്ചറിൽ ബ്രിട്ടാസിന്റെ പ്രോഗ്രാം കാണുമ്പോൾ ഓണസ്റ്റ്ലി റെക്കോർഡ് ഡെഫിനറ്റ്ലി. Rain, rain, go away. Little Sunny wants to play. താങ്ക് യു. സംഗീതം എന്നുള്ളത് കുടുംബത്തിൻ്റെ ഒരു സൗരഭ്യമായിട്ട് നിലനിൽക്കുകയാണ്. ഒരുപക്ഷെ മറ്റൊരുപാട് സങ്കീർണതകളെ മുറിച്ചു കടക്കാൻ വേണ്ടിയിട്ട് സംഗീതത്തിന് കഴിയും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ബാബുവിൻ്റെ ജീവിതത്തിൽ ഇതൊരു സൗരഭ്യമായിട്ട് നിൽക്കുന്നുണ്ട്, നിൽക്കട്ടെ എന്നൊക്കെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും താങ്ക് യു. വേറൊരു കാര്യം ശരത്ത് പറഞ്ഞത് മട്ടൺ ബുഹാരി എന്നൊക്കെ പറയുന്നത്, പക്ഷെ ഇതൊക്കെ കഴിച്ചിട്ട് താങ്കൾ ഈ ഫ്രെയിം നിൽക്കുന്നുണ്ട്. ഭക്ഷണപ്രിയനാണോ? ഞാൻ ഭക്ഷണപ്രിയനാണ്, പക്ഷേ വളരെ കൺട്രോൾ ചെയ്തിട്ട് കഴിയും. വല്ലപ്പോഴും നമ്മളിങ്ങനെ അഴിച്ചു വിടും. അതായത് ഇങ്ങനെ ശരത്തിനൊക്കെ കാണുമ്പോൾ നമ്മൾ അന്നേരം ഈ കൺട്രോൾ ഒന്നും നോക്കാറില്ല. സിനിമയ്ക്ക് ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഉണ്ടായി, കുറച്ചു കാലം ഒന്ന് പയ്യെ വിട്ടു നിന്നല്ലേ? ഇല്ല, തീർച്ചയായിട്ടും ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു വർഷം എങ്ങനെ പോലും ഒരു 3-4-5 പടങ്ങൾ ചെയ്തിരുന്നു. മലയാളത്തിൽ ചെയ്തില്ല, പക്ഷെ തമിഴ് തെലുങ്കൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. നോബഡി ന്യൂ ദാറ്റ്. അതെ, മലയാളത്തിൽ മാത്രമാണ് നമുക്ക്. മലയാളത്തിൽ എന്തോ എവിടെ ഒരു വിടവ് അങ്ങോട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നു. അതെ അതെ, എനിക്ക് ഒരുപാട് നല്ല ഒരു പ്രത്യേകതരം ക്യാരക്ടറായിരുന്നു അത്. അപ്പോൾ രഞ്ജിത്തിൻ്റെ ഒരു പ്രത്യേക സൃഷ്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല പേര് കിട്ടിയ ഒരു സിനിമയാണ്. ഒരു 4-5 സീക്വൻസേ ഉള്ളൂ, പക്ഷെ എന്തോ ജനങ്ങൾക്ക് അത് വളരെ ശ്രദ്ധിക്കപ്പെട്ടു, ഇഷ്ടപ്പെട്ടു. പക്ഷെ താങ്കളുടെ ഈ കാക്കിയുമായിട്ടുള്ള ഒരു പൊരുത്തം ആയിരിക്കാം. മാത്രമല്ല ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു നൈസർഗികമായിട്ടുള്ളൊരു പ്രത്യേക നൈർമല്യം അവിടെ വരുന്നുണ്ട്. ഒരു സാധാരണ പോലീസ് ഓഫീസറിൽ കാണാത്ത ഭാവങ്ങൾ അതിനകത്തുള്ളത്. തീർച്ചയായിട്ടും ഒരു സബ്മിസീവാണ്, വളരെ മനുഷ്യൻ്റെ മനസ്സ് കാണാനും ഒരു അല്പം ദയാവായ്പും കാരുണ്യവും ഒക്കെ പ്രതിഫലിക്കുന്നു. അതെ, മലയാള സിനിമയിൽ ഒരുപാട് ദുരനുഭവം ഉണ്ടായ ശേഷവും ഇങ്ങനെയുള്ള നല്ല കഥാപാത്രങ്ങൾ താങ്കളെ തേടി എത്തുന്നുണ്ട്. തീർച്ചയായിട്ടും. ആൾക്കാർ താങ്കളെ ചവിട്ടി താത്തിയോ മലയാള സിനിമയിൽ? തീർച്ചയായിട്ടും, അതിപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഞാൻ ധൈര്യത്തോടെ പറയാൻ പറ്റും. ഇപ്പോഴും നമ്മുടെ മലയാള സിനിമ കൂടുതൽ തന്നെ അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എന്താ ബാബു ആന്റണിനെ എനിക്കറിയില്ല. ചിലർ വിചാരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. ചിലരുടെ ധാരണ ഞാൻ ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ അവരെന്തോ ചെറുതായി പോവുകയോ അല്ല അവർക്കെന്തോ കുറവ് സംഭവിക്കുമെന്നോ, അതൊരു ഭയങ്കര മിഥ്യായ ധാരണയാണ്. എവറി ആക്ടർ ഹാസ് ഹിസ് ഫിഗർ, ഹിസ് എബിലിറ്റി. ഇറ്റ്സ് നോട്ട് ദ സൈസ് ഓർ ഇറ്റ്സ് ഓൾ ഡിഫറെൻറ്റ്. അവിടെയാണ് നമ്മൾ ഈ മോണോട്ടണി ബ്രേക്ക് ചെയ്യുന്നത്. ഒരു സെക്കൻഡ് ബ്രേക്ക്. ഹലോ ബാബു, മേ ദ ഫോഴ്സ് ബി വിത്ത് യു. ബാബുവിനറിയാമല്ലോ, ഞാൻ ആദ്യമായിട്ട് ബാബുവിനെ കാണുന്ന നോട്ട് ആസ് എ പേഴ്സൺ. ഞാൻ തൻ്റെ സ്കെച്ചാണ് കണ്ടത് ഭരതൻ സാറിൻ്റെ വീട്ടിൽ. ഭരതനപ്പം എന്നെ കാണിച്ചു തന്നു, ഇതാ വൈശാലി ഞാൻ ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞൊരു സ്കെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഹൂസ് ദിസ് ഗായ്, ലുക്സ് വെരി ഹാൻസം എന്ന് പറഞ്ഞു. അപ്പോൾ ബാബു ആൻ്റണി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പടത്തിലും ആക്ട് ചെയ്തിട്ടുണ്ട് ബാബു, ചൈതന്യ തെലുങ്കിൽ. അപ്പോഴും നമ്മൾ വി വർ ബോണ്ടിങ്, വി വർ ഓൾവേസ് ബോണ്ടിങ്. ആൻഡ് സോ മച്ച് സോ ദാറ്റ് ഇടുക്കി ഗോൾഡിലാണ് നമ്മൾ ആക്ച്വലായിട്ട് ബോണ്ട് ചെയ്തിട്ട് യു ബിക്കെയിം എ യങ്ങർ ബ്രദർ ടു മീ. അത് കഴിഞ്ഞിട്ട് എനിക്കെപ്പോഴും ഒരു ഫീലിംഗ് ഉണ്ട്, യു ആർ എ വെരി അണ്ടർ വാല്യൂഡ് പേഴ്സൺ ആൻഡ് യുവർ ടൈം വിൽ കം. ആർട്ടിഫിഷ്യലായിട്ട് താങ്കളെ ആരെങ്കിലും മുടക്കുന്നതാണോ? ആകാനാണ് സാധ്യത. കാരണം എൻ്റെ ഒരു ഇവാലുവേഷൻ സോഫാർ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ്, ഇപ്പോൾ കഴിഞ്ഞ ഇടുക്കി ഗോൾ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. പീപ്പിൾ ആർ ക്ലാപ്പിംഗ് ഇൻ ദ തിയേറ്റർ, ദേ ആർ വിസ്ലിംഗ് ആൻഡ് ക്ലാപ്പിംഗ്, ദേ ആർ എൻജോയിങ് ഇറ്റ്. ദെൻ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ് വേറെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം, അതും പീപ്പിൾ ആർ എൻജോയിങ്. ആഫ്റ്റർ ദോസ് 2 സക്സസ്ഫുൾ മൂവീസ് വേറൊരു നല്ല സിനിമ എനിക്ക് വന്നില്ല, ഒന്നും വന്നില്ല. കാരണം കുറേ മോശമായ സിനിമകൾ വന്നു, പക്ഷെ അത് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതേസമയത്ത് ഐ എം നോട്ട് ബോസ്റ്റിംഗ് മൈസെൽഫ്, ലെറ്റ് മീ ബി വെരി ഓപ്പൺ. ഈ പറഞ്ഞ ബാബു പറഞ്ഞ ശരിയാണ്. ന്യൂ ജനറേഷൻ സംവിധായകർ എന്ന് പറയുന്ന ആൾക്കാർ പോലും താങ്കളെ തിരഞ്ഞെടുത്തു. കാരണം താങ്കളെ അങ്ങോട്ട് വിട്ടില്ല, വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു. തീർച്ചയായിട്ടും ആഷിഖ് കപൂറിൻ്റെ ഒരു നല്ല സിനിമയായിരുന്നു. ആഷിഖ് കപൂറിനോട് എനിക്ക് നന്ദിയുണ്ട്. അതുപോലെ തന്നെ പ്രതാപിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്നെയും പ്രതാപിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഭരതേട്ടനാണ്. സോ വി ആർ ഫ്രം ദ സെയിം ഫാമിലി. പിന്നെ പ്രതാപിൻ്റെ ഞാൻ ആദ്യത്തെ തെലുങ്ക് സിനിമ ഞാൻ അതിൽ അഭിനയിക്കുകയും ചെയ്തു. അന്ന് തൊട്ട് ഞങ്ങൾ തമ്മിലൊരു റാപ്പുണ്ട്. അന്ന് പറഞ്ഞാൽ എപ്പോഴും ഞങ്ങൾ മീറ്റ് ചെയ്യുമോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഓൾ മൈ റിലേഷൻഷിപ്പ്, എൻ്റെ സൗഹൃദങ്ങളെല്ലാം അങ്ങനെയാണ്. നല്ല സുഹൃത്തുക്കൾ എപ്പോഴും കാണണമെന്നില്ല. ഇല്ല, എപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കുകയോ മുഖം കാണുകയോ ചെയ്യുമ്പോൾ നിങ്ങളിലുണ്ടാകുന്ന ആ വൈദ്യുതി പ്രസരമാണ് ആ സൗഹൃദത്തിൻ്റെ. എക്സാക്ട്ലി.
That is what കേട്ടോ? it means. ഞാൻ മനസ്സിലാക്കി. ശരീരത്തിൻ്റെ ആകാരഭംഗി കൊണ്ട് അല്ലെങ്കിൽ കഴിവ് കൊണ്ടും ഫ്ലെക്സിബിലിറ്റി കൊണ്ടും ടാലൻറ്റ് കൊണ്ടും ഒക്കെ നിറഞ്ഞൊരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു റോള് എന്തുകൊണ്ട് അതെ, സിനിമ നൽകിയില്ല? തരില്ല. അവർ ദേ ആർ നോട്ട് തിങ്കിങ് ലൈക്ക് ദാറ്റ്. അവർ ആർ യു റിയലി ലോങ്ങിങ് ഫോർ സച്ച് എ റോൾ? യെസ്, ഡെഫിനറ്റ്ലി ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 10 years 10 കൊല്ലമായിട്ട് ഞാൻ ആക്ഷൻ സിനിമ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് മലയാള സിനിമയിൽ അവർ ആക്ഷൻ സിനിമ ചെയ്യുന്നില്ല? ആൾക്കാരെല്ലാവരും എന്നോട് ചോദിക്കുകയാണ്, ഓഡിയൻസ് ഫേസ്ബുക്കിലൊക്കെ ചോദിക്കാറുണ്ട്, വെൻ ആർ യു ഡൂയിങ് യുവർ നെക്സ്റ്റ് ആക്ഷൻ മൂവി? വി ആർ ഗെറ്റിംഗ് ടയർഡ് ഓഫ് ഓൾ ദിസ് പ്രസന്റ് സിറ്റുവേഷൻ. എല്ലാം സെയിം ടൈപ്പ്. ഒരു കണക്കിന് പുതിയത് പരീക്ഷിക്കാനുള്ള മലയാള സിനിമയുടെ അതുകൊണ്ടല്ല, എന്തോ ഒരു ആക്ഷൻ സിനിമ എനിക്ക് തോന്നുന്നത് പലർക്കും ഇത് ആക്ഷൻ ചെയ്യാൻ സിനിമയ്ക്ക് കുറച്ച് പണം കൂടുതൽ മുടക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും വരുന്നില്ല. അത് പണം കൂടുതൽ മുടക്കേണ്ടി വരുന്നത് എപ്പോഴാണെന്നറിയാമോ? ഇഫ് യു ആർ യൂസിങ് നോൺ ട്രെയിൻഡ് ആക്ടർ. അങ്ങനെ ഒരു ട്രെയിനിങ് ഇല്ലാത്തൊരു ആക്ടറെ വെച്ച് പണം ചെയ്യുമ്പോൾ ഈ സമയം കൂടുതലെടുക്കും ഫൈറ്റ് സീക്വൻസ് ചെയ്യാനായിട്ട്. പിന്നെ ടെക്നോളജി ഒക്കെ കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇറ്റ് ബിക്കംസ് എക്സ്പെൻസീവ്. ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞില്ല, ആ 2 മണിക്കൂർ കൊണ്ടാണ് ഗാന്ധാരിയുടെ ക്ലൈമാക്സ് സീക്വൻസ് ഷൂട്ട് ചെയ്തത്. അതുപോലെ എല്ലാ സിനിമകളും എനിക്ക് മോർ ദാൻ ഒരു 8 മണിക്കൂർ ഒരു ഫൈറ്റ് സീക്വൻസ് ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ. ഇറ്റ് ബിക്കംസ് എക്സ്പെൻസീവ് വെൻ യു യൂസ് എ റോങ് പേഴ്സൺ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പറപ്പിക്കുന്നത്. ഈ പറപ്പിക്കാൻ ഒരു പ്രാവശ്യം നമ്മൾ ഈ കമ്പി വലിച്ച് കിട്ടുന്നില്ല. ഇറ്റ് ടേക്സ് മോർ ദാൻ an hour or so. അപ്പോൾ അത്രയും സമയം ആൾക്കാർ വെയിറ്റ് ചെയ്യാണ്. കമ്പി കെട്ടി വലിച്ച് കെട്ടി ഇതെല്ലാം വെച്ച് ഒരു ഷോട്ട് എടുത്ത് ഓക്കെ അല്ലാണ്ട് ഒരു ഫ്ലൈയിങ് ഷോട്ട് എടുക്കാനായിട്ട് ഇറ്റ് ടേക്സ് മോർ ദാൻ 3 to 4 hours. ആ സമയം കൊണ്ട് ഞാൻ ഒരു ഫൈറ്റ് സീക്വൻസ് ചെയ്യും. ഒരു 1 kick ബും ആൻഡ് ദാറ്റ് പേഴ്സൺ ഇസ് ഡൗൺ ദെയർ. എന്തിനാ ഫ്ലൈ ചെയ്യുന്നു? നമ്മുടെ ഓഡിയൻസ് കേരളത്തിലെ ഓഡിയൻസ് അല്ലേ, ദേ നോ വാട്ട് ഇറ്റ് ഈസ്. ദേ ഡോണ്ട് വാണ്ട് ടു സീ ഫ്ലൈയിങ്. ഇതൊക്കെ എംജിആറിൻ്റെ കാലത്ത്. സോ ഇറ്റ് ബിക്കംസ് നല്ലൊരു സിനിമയിൽ ഈ ഒരു ആക്ഷൻ വേഷം കൈകാര്യം ചെയ്യാൻ വേണ്ടി താങ്കൾ എത്രയോ കാലമായി ദാഹിക്കുകയാണ്. അതെ. പക്ഷേ താങ്കളുടെ തലയുടെ ഉള്ളിൽ കിടന്ന് പെരുക്കുകയാണ് ഇത്. തീർച്ചയായിട്ടും അതെ. ഇവൻ ദോ ഐ ലവ് ഓൾ ഞാൻ എല്ലാ മൂവി എനിക്ക് ഇഷ്ടമാണ്. കാരണം എവറി മൂവി ആഫ്റ്റർ സ്റ്റാർട്ട് ക്യാമറ ആക്ഷനേ ഉള്ളൂ. അത് എല്ലാ സിനിമയും നല്ലതാണ്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഡയലോഗ് പറയുന്നത്, താങ്കൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഒരു നിങ്ങളുടെ ഈ ഉടായ്പ എന്താണെന്ന് അറിയാൻ വേണ്ടി പോയതാണ്. അതെ, എനിക്ക് മനസ്സിലായി. അതെനിക്ക് അപ്പോഴേ മനസ്സിലായി. ഇതൊക്കെ പഠിച്ചു വെക്കണല്ലോ. ഈ മസ്റ്റ് ഹാവ് ദ ടേസ്റ്റ്. നിങ്ങളിവിടെ കൈകാര്യം ചെയ്യണമെങ്കിൽ എനിക്കത് അറിയണല്ലോ. അതാണ്. അപ്പോൾ സ്റ്റാർട്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സംസാരിക്കുമായിരിക്കും, ചിരിക്കുകയായിരിക്കും, അല്ലെ കരയുമായിരിക്കും, അല്ലെങ്കിൽ പാടുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നതിനിടയ്ക്ക് വഴക്കുണ്ടാവുമല്ലോ. ഇറ്റ് ക്യാൻ ബി വെർബൽ സ്പാറിങ്. അത് മൂക്കുമ്പോഴാണുള്ള ആക്ഷൻ ആവുന്നത്. അതെ. അപ്പോൾ ഇറ്റ്സ് ഓൾ എ കണ്ടിന്യൂസ് പ്രോസസ്. ദർ ഇസ് നോ സച്ച് സിനിമ ആസ് ആക്ഷൻ സിനിമ. ദ ഹോൾ സിനിമ ഇസ് എൻ ആക്ഷൻ. So it has to gel with the script, whatever it is. ബാബുവിന് ഇടയ്ക്കിടയ്ക്ക് ഓരോ സിനിമകൾ ആരോ പറഞ്ഞ പോലെ ബാബുവിനെ അങ്ങനെ പരിപൂർണമായിട്ടും മലയാള സിനിമയിൽ നിർമ്മാണം ചെയ്യണമെന്ന് താല്പര്യമില്ല, എന്നാൽ താങ്കളെ അങ്ങനെ പരിപോഷിപ്പിക്കണമെന്നും ആഗ്രഹമില്ല. ഇങ്ങനെ നിർത്തണം. അതായത് ചാർജ് പോയ ബാറ്ററി ഇങ്ങനെ ചെറുതായിട്ട് ചാർജ് ചെയ്യിപ്പിച്ച് നിർത്തണം. അതുപോലൊരു പടം വരുന്നു. അതാ ഇടയ്ക്കിങ്ങനെ വരുന്നുണ്ട് ഓരോ പടങ്ങൾ. എനിക്ക് ബാബുവേട്ടനുമായിട്ടുള്ള പരിചയം എൻ്റെ ഇപ്പോൾ റിലീസായിട്ടുള്ള ചിത്രം ഹോംലി മീൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രൊഡക്ഷൻ്റെ ആളുകൾ ബാബുവേട്ടനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഡിസേർവ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ട്. ബാബു ആൻ്റണി എന്ന് പറയുന്ന ആക്ടർ ഇപ്പോൾ ഡിസേർവ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ശമ്പളം അദ്ദേഹം അത് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹം അത് അർഹിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ ഈ ഹോംലി മീൽസിൻ്റെ ഒരു ചെറിയ ബഡ്ജറ്റ് വെച്ചിട്ട് അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. ഞങ്ങളുടെ ക്യാമ്പ് ആകെ ഡെസ്പായി. എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, നേരിട്ട് അദ്ദേഹത്തെ കണ്ട് വിവരം പറയുക. ഞാൻ നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ചെന്നു. അദ്ദേഹമായിട്ട് സംസാരിച്ച് തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ്: ഞങ്ങളുടെ വീട്ടിൽ ഇന്നലെ ആരും ഉറങ്ങിയിട്ടുമില്ല, ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നേരം ബാബുവേട്ടൻ എൻ്റെ മുഖത്ത് നോക്കിയിരുന്നു. എന്നിട്ട് ബാബുവേട്ടൻ ഒരൊറ്റ ചിരി ഇരിച്ചു. എന്തായിരുന്നു ബാബുവേട്ടൻ ചിരിയുടെ അർത്ഥം? അതിപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടേണ്ട ഒരു സംഭവം ഉണ്ടായല്ലോ എന്നോർത്തിട്ടാണ്. അത്ര ആവശ്യമില്ലായിരുന്നല്ലോ ഓർത്ത് ഞാൻ ചിരിച്ചതാണ്. കാരണം ഇത്രയും പറയേണ്ടിരുന്നില്ല. അല്ലല്ല, ഇത്രയും ഒരു ബുദ്ധിമുട്ട് നമ്മളെ കിട്ടാൻ വേണ്ടിയിട്ട് നേരിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു നേരത്തെ എന്നുള്ളതായിരുന്നു. ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് വളരെ എളുപ്പമായിരുന്നില്ല. കാരണം നമ്മളൊരു സിനിമ നമുക്ക് ഓഫർ ചെയ്ത് വരുമ്പോൾ ഡെഫിനറ്റ്ലി ആഫ്റ്റർ കൊമേഴ്ഷ്യൽ സിനിമ നമ്മൾ നമ്മുടെ റെമ്യൂണറേഷൻ പറയും, നമ്മുടെ കാര്യങ്ങൾ. പക്ഷേ അതുകൊണ്ട് ആ സിനിമ എനിക്ക് എന്തെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കരിയറിന് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കാൻ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ വി അക്സെപ്റ്റ് ദാറ്റ് ഫിലിം. കാരണം ഇറ്റ്സ് ആഫ്റ്റർ ഓൾ എ ടീം വർക്ക്. അപ്പോൾ നമ്മളൊരു ഓഫ് കോഴ്സ് റെമ്യൂണറേഷൻ നമുക്ക് ആവശ്യമാണ്, ജീവിക്കാൻ പൈസ ആവശ്യമാണ്. പക്ഷേ അത് മാത്രമല്ല ലക്ഷ്യം. താങ്കൾ പടത്തിൻ്റെ മുകളിൽ അത്ര ഫസ്സിയല്ലേ? അല്ല, അത്ര ഫസ്സിയല്ല. നോട്ട് അറ്റ് ഓൾ. താങ്കളുടെ പ്രധാന വരുമാന മാർഗം എന്താണ്?
എൻ്റെ വരുമാനം അത് തൽക്കാലം ഇപ്പോൾ സിനിമയാണ്. വേറൊന്നും കരുതൽ മൂലധനം ഉണ്ടോ കുറച്ച്? കുഴപ്പമില്ലാതെ. അതുപോലെ തന്നെ ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാനായിട്ടുള്ള പ്ലാൻ. ഇന്നുവരെ ഞാൻ MBA പഠിച്ചെങ്കിലും ബിസിനസ് ഒന്നും ചെയ്തിട്ടില്ല. തുടങ്ങാൻ പോവാണ്. ഒരു ബാബു ആന്റണി സ്കൂൾ ഓഫ് മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞിട്ട്. താങ്ക് യു. ഓൾ യുവർ പ്രേയേഴ്സ്. ലോഹിത് ദാസ് പറഞ്ഞ പോലെ കയ്യിലൊരു വിദ്യ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കണമെന്ന് സിനിമയിൽ പറഞ്ഞ പോലെ. തീർച്ചയായിട്ടും. അതുപോലെ താങ്കൾ ഇത്രയും കാലം ആ വിദ്യ ഉപയോഗിച്ചില്ല. അപ്പോൾ കൊച്ചിയിലാണോ ഇടാൻ പോകുന്നത്? അല്ല, ദുബൈയിലാണ് ആദ്യത്തെ. ദുബൈയിലും ഷാർജയിലും അങ്ങനെ UAE ആദ്യത്തെ, പിന്നെ US ഹൂസ്റ്റണിൽ. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ബേസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ആൾക്കാരെ മാർഷൽ ആർട്സ് പഠിപ്പിക്കാന്നുള്ളതാണ്. ഓക്കെ. ഒരു പക്ഷേ ഇന്ന് ഈ പറഞ്ഞ പോലെ പല എക്സിക്യൂട്ടീവ്സും പല കോർപ്പറേറ്റിലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അവർക്ക് ഇതൊരു എക്സ്പോഷറാണ്. അവരിങ്ങനെ പല കാര്യങ്ങളും അന്വേഷിച്ചെടുക്കാണ്. അതെ, തീർച്ചയായിട്ടും നല്ല കാര്യം. അവർക്ക് ഭയങ്കര സ്ട്രെസ് റിലീവിംഗ് കൂടാണ്. ഈവൻ ഇഫ് ദേ കം ഫോർ എ ഡേ ഓർ ടു, ഇറ്റ്സ് എ ഡിഫറെന്റ് വേൾഡ് ഓൾ ടുഗദർ. ചെറിയ പ്രായം തൊട്ട് ബാബു ചേട്ടൻ്റെ ഫിലിംസ് കണ്ടിട്ടുണ്ട്. ആൻഡ് ദ ഇമേജ് ദാറ്റ് ഐ ഹാഡ് അബൌട്ട് ഹിം വാസ് ലൈക്ക് സ്കേർഡ്. ഐ വാസ് ടോട്ടലി സ്കേർഡ്. ആ ഹൊറർ ഫിലിംസ്, that scared is different, you know. ആ പൂവിഴി വാസലയിലെ ബാബു ഏട്ടൻ പണ്ട റോൾ பார்த்தா எந்த ஒரு சின்ன குழந்தைக்கும் தூக்கம் வராது. he'll just look at you, ഒരു കില്ലർ ലുക്സ്. സോ എപ്പോഴും അങ്ങനെ ഒരു ഇമേജ് ആയിരുന്നു ബാബു ഏട്ടനെ കുറിച്ച്. ബട്ട് ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത് കോബ്ര ഫിലിം ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. ഹി ഹാഡ് ലോങ് ഹെയർ, പൂച്ചക്കണ്ണ് ലെൻസ് വെച്ചിട്ട്. ബട്ട് ടോട്ടലി ഡിഫറെൻറ്റ് പേഴ്സൺ, യു നോ. വെരി ഫ്രണ്ട്ലി, വെരി വാം പേഴ്സൺ. ആൻഡ് എനിക്ക് ബാബു ഏട്ടൻ കോമൺ ആയിട്ടുള്ള ഒരു വിഷയം, both of us have lived in the US for a long time. കനിക യഥാർത്ഥ സ്വഭാവം നിങ്ങൾ കണ്ടിട്ടില്ല. അതെ, അന്ന് കണ്ടിരുന്നു. ഞാനൊരു കാര്യം പറയാം. ഞാൻ പുള്ളിക്കാരെ ആദ്യം പരിചയപ്പെടുന്നത് ട്രിവാൻഡ്രത്ത് മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ്. ഏതൊരു പ്രോഗ്രാമിന് വന്നതാണ്. അപ്പോൾ ഞാനവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കനിക ഇങ്ങനെ നടന്ന്, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ സിനിമയിൽ പോലും കണ്ടിട്ടില്ല. അപ്പോൾ എന്നോട് ഒന്ന് പറഞ്ഞു. അപ്പോൾ പരിചയപ്പെടുത്തുന്നതിന് പോലും മുമ്പ് എന്നോടൊരു ചോദ്യം ചോദിച്ചു പുള്ളി. ദാറ്റ് ഇസ് റിയലി ഷോക്കിംഗ്. നിങ്ങൾ എന്തുകൊണ്ട് പഴശ്ശിരാജയിൽ ഇല്ലാതെ പോയെന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. He didn't even ask me how are you. ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇപ്പോൾ ഇട്ടിരിക്കുകയാണല്ലേ. ഓ മൈ ഗുഡ്നസ്. കറക്റ്റ്. അതാണ് എന്തോ നമ്മൾ തമ്മിലൊരു പൊരുത്തമുണ്ട്. ഇന്റലിജൻസ് സ്വഭാവത്തിലല്ല. ഓക്കെ, പറഞ്ഞോളൂ. സ്വഭാവത്തിൽ ആഗ്രഹം മാത്രമല്ല, അസൂയ മാത്രം. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി, ഹൂ ഇസ് ദിസ്? അപ്പോൾ പുള്ളി പറഞ്ഞു, ഐ എം കനിക, ഐ എം ദ ഹീറോയിൻ ഓഫ് പഴശ്ശിരാജ എന്ന്. പഴശ്ശിരാജയിലെ ഹീറോയിനാണ് എന്നോട് ചോദിക്കുന്നത്, ഹൗ കം യു ആർ നോട്ട് ഇൻ പഴശ്ശിരാജ? അപ്പം ഐ റിയലി ലൈക്ഡ് ഹർ. ബട്ട് ഷീ ഹാസ് ദാറ്റ് thinking, very unusual thing. Observation, unusual thing. Or intuition. And a very straightforward question. Very straight person, you know. There's no. It came from the heart. So I knew that she liked. താങ്കൾക്ക് കിട്ടാതെ പോയ ഒരു സിനിമ എന്ന് താങ്കൾക്ക് പറയാൻ പറ്റുന്നത് പഴശ്ശിരാജയാണ്. പഴശ്ശിരാജയാണ്. അതെ. അവിടെ ഏത് റോളും താങ്കൾക്ക് വേണം ചേരുമായിരുന്നു. Any role I could. താങ്കളുടെ ശരീരത്തിനും താങ്കളുടെ കഴിവിനും താങ്കളുടെ വൈഭവത്തിനും പറ്റിയ ഒരുപാട് റോളുകൾ അതിനകത്തുണ്ട്. കാരണം അതിനകത്ത് മുഴുവൻ കാണിക്കുന്ന യോദ്ധാക്കളെയും വാരിയേഴ്സിനെയാണ് കാണിക്കുന്നത്. അപ്പം സോ കാസ്റ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു നോ, ഇറ്റ്സ് ജസ്റ്റ് എ ഫ്ലോ ഓഫ് എ ഫിലിം. യു നോ, ഇഫ് യു ഡോണ്ട് കാസ്റ്റ് പ്രോപ്പർലി സംടൈംസ് യു ആസ്ക് മീ എ ക്വസ്റ്റ്യൻ. എന്നോട് ചോദിച്ചിട്ടുള്ളത് നമ്മൾ എന്താണ് ഒരു പടം ചെയ്യാത്തതെന്നുള്ളത്. അപ്പം ഞാൻ പണ്ടത്തെ ലാലേട്ടൻ്റെ ഡയലോഗിനാണ് പറയുന്നത്, എല്ലാറ്റിനും ഒരു സമയമുണ്ട് ദാസ എന്നുള്ളതുപോലെ ഞാൻ ബാബുവിൻ്റെ ഇതും പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് അങ്ങനെയുള്ളൊരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാലാണ് ഞാൻ ബാബുവിനെ വെച്ചിട്ട് ആ പടം ചെയ്യുന്ന സമയത്ത് ഐ ക്യാൻ ഡു ദ ജസ്റ്റിഫിക്കേഷൻ. ബിക്കോസ് ഐ ബീങ് എ ആക്ഷൻ ഓറിയൻറ്റഡ് പടങ്ങൾ ഞാൻ ചെയ്യുന്ന സമയത്ത് അതിൽ വളരെയധികം പെർഫെക്ഷൻ കാണുന്ന ഒരാളാണ് ഞാൻ. എന്നാ ഓഡിയൻസിന് വേണ്ടിയിട്ട് എനിക്ക് ചോദ്യം ചോദിക്കണം. ഇറ്റ് വിൽ ബി ക്വൈറ്റ് ഫണി ഫോർ യു, ബട്ട് സ്റ്റിൽ യു വിൽ ഹാവ് ടു ആൻസർ ഫോർ ദാറ്റ്. ഞാനിപ്പോൾ നാളെ ബാബു ആൻ്റണീനെ വെച്ചിട്ട് ഒരു പടം ചെയ്യാൻ പ്ലാൻ ചെയ്യാണ്. സപ്പോസ് ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് വാനപ്രസ്ഥത്തിലെ മോഹൻലാലിൻ്റെ ക്യാരക്ടർ പോലെ ഒരു പടം ഞാൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വിൽ ബി യുവർ റിയാക്ഷൻ? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. പക്ഷേ എൻ്റെ ആൻസർ എന്ന് ചോദിച്ചാൽ ആൻ ആക്ടർ ഹാസ് നോ ചോയ്സ്. ഇഫ് യു ഡിസൈഡ് ടു ഡു എ ഫിലിം, അതായത് പിന്നെ നടന് ഒരു ചോയ്സ് ഇല്ല. വൺസ് യു ഡിസൈഡ്, വൺസ് യു അഗ്രി ടു ഡു എ ഫിലിം, യു ഹാവ് ടു ഡു ഇറ്റ്. വാട്ട് എവർ ഇറ്റ് ഈസ് വാനപ്രസ്ഥം. ഒരു കാര്യം ചെയ്യാം, പിന്നെ മേജർ രവി അങ്ങനെ സംശയിക്കുമെന്ന് വിചാരിച്ചിട്ട് മൂപ്പർ ഒഴിവാക്കേണ്ട കാര്യമില്ല. താങ്കൾക്ക് ഏതെങ്കിലും റോള് താങ്കളുടെ മനസ്സിലുണ്ടെങ്കിൽ പറഞ്ഞോളൂ. താങ്കളെ പരിപൂർണ്ണ വിശ്വാസമാണ്. കാരണം ഞാൻ മരണക്കിണറ്റിൽ വരെ ബൈക്ക് ഓടിച്ചിട്ടുണ്ട്. അന്നേരം ഈ മരണക്കിണറ്റിൽ ബൈക്ക് ഓടിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം 1 year ട്രെയിനിങ് വേണം. അപ്പോൾ അവിടെ അങ്ങനെ ട്രെയിൻ ചെയ്ത ആൾക്കാരാണ്. ഞാൻ 2 ദിവസം കൊണ്ട് അതിൽ ഓടിച്ചു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇറ്റ്സ് ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞു. ഇറ്റ്സ് ഇമ്പോസിബിൾ.
ഞാൻ പറഞ്ഞു എവറിത്തിങ് ഈസ് പോസിബിൾ ഇഫ് യു ഹാവ് ദ വിൽ. ഞാൻ അവരെ ഒബ്സർവ് ചെയ്തു എങ്ങനെയാണ് അവരുടെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളും എല്ലാം. കാരണം നമുക്ക് ട്രയൽ എടുക്കാൻ പറ്റില്ലല്ലോ, ജസ്റ്റ് ഹാവ് ടു ഡ്രൈവ്. അപ്പോൾ അതുകൊണ്ട് ഐ ടേക്ക് എവറിത്തിങ് ആസ് എ ചാലഞ്ച്. ഇഫ് ഐ നീഡ് ടു ലേൺ കഥകളി, ഐ വിൽ ഗോ ലേൺ ഇറ്റ്. മറ്റ് ഭാഷകളിലേക്കുള്ള ഒരു പോക്ക് അതിലും കുറച്ച് സ്ലോ ഡൗൺ ചെയ്തോ ബാബു? ഇപ്പം അത് ഞാൻ മനഃപൂർവ്വം സ്ലോ അതെന്താണത്? കാരണം വെച്ചാൽ ഇപ്പം വെറും വില്ലം വെറും ഒരുപാട് ആക്ഷനും ഒരുപാട് കഷ്ടപ്പാട്. ആക്ഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് നമ്മൾ ഡെലിവറിങ് ഡയലോഗ്. ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്ത് മടുത്തു. ഒരു വെറൈറ്റി, എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണം അല്ലേ? ഒരു ആക്ടർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു മർമ്മം കിട്ടണം. അതെ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മതിയാ. ഞാനൊരു ക്ലാസിക് സിനിമയ്ക്ക് വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യുന്ന ആളല്ല. ഞാൻ പക്ക 100% കൊമേഴ്ഷ്യൽ ഫിലിംസ്. ബട്ട് നമ്മൾ ഈ കൊമേഴ്ഷ്യൽ സിനിമ അല്ലെങ്കിൽ കച്ചവട സിനിമ എന്ന് പറഞ്ഞിട്ട് വളരെ ദൂരം പോയി കഴിയുമ്പോൾ ജനങ്ങളിൽ നിന്ന് അകന്നു പോകും. അതിനൊരു കണക്കും കൃത്യവും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരാളെ കൊണ്ട് നമുക്ക് കൊണ്ടുവരാം. ഹായ് ബാബു ചേട്ടാ, നമ്മൾ ഒരുമിച്ച് ഫിലിംസിലൊന്നും അഭിനയിച്ചിട്ടില്ല. ഞങ്ങൾ മീറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഇനോഗ്രേഷൻസ് അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ബാബു ചേട്ടനോട് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് ഒരു അത്ലറ്റായിട്ട് കൂടെ എന്തുകൊണ്ട് ഇപ്പോൾ സ്പോർട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല? ഫിലിമാണ് കുറേ നാളുകളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്പോർട്സിലും കൂടെ കുറച്ച് കോൺസെൻട്രേഷൻ കൊടുത്തുകൂടെ, അതിലും കൂടെ പാർട്ടിസിപ്പേഷൻ ഒന്ന് കാണിച്ചുകൂടെ എന്നുള്ളതാണ്. സ്പോർട്സ് ആ പ്രായം കഴിഞ്ഞോ ബാബു? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഞാൻ ഇപ്പോൾ ഒരു സമയത്തിൻ്റെ ഒരു അഭാവം. കാരണം എനിക്ക് വർക്കൗട്ട് ചെയ്യണം. ആ കൂട്ടത്തിൽ ഇങ്ങനെ കുറേ സിനിമകളുടെ കഥകൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഒരുപാട് കഥകളുടെ സിനിമ. ഒരു ദിവസം ഒരു വൈഫിൻ്റെ ഒരു ചോദ്യം അതായിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ സിനിമ ചെയ്യാത്തതെന്ന്. പക്ഷെ നമ്മൾ കഥകൾ കേട്ട് കഴിയുമ്പോൾ എന്തെങ്കിലും നമുക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ന്യായം തോന്നുന്ന കഥാപാത്രങ്ങൾ വരാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ചില ആൾക്കാർ വേണം ചോദിച്ചേക്ക്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് താങ്കൾക്ക് ഇത്രയും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്, ഭരതനെ പോലെ മഹാരഥന്മാരോട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ കണ്ടു, എന്തുകൊണ്ട് താങ്കളുടെ മനസ്സിൽ, അത് മാത്രമല്ല മറ്റ് ഭാഷകളിലെ എക്സ്പോഷറുണ്ട്, ഭാഷയ്ക്ക് യാതൊരു ക്ഷാമവുമില്ല ഏത് ഭാഷയ്ക്കും, എന്തുകൊണ്ട് താങ്കളുടേതായിട്ടൊരു ഡയറക്ടോറിയൽ വെഞ്ചർ താങ്കൾക്ക് ആലോചിച്ചുകൂടാ? തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ എനിക്കൊരു ഡ്രീം പ്രോജക്റ്റ് ഉണ്ട്. അത് പിയാനോ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ലവ് സ്റ്റോറിയാണ്. ഇതിനകത്ത് ലവ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഡ്രാമ ഉണ്ട്, സസ്പെൻസ് ഉണ്ട്, ലൈറ്റ് കോമഡി ഉണ്ട്. ഞാൻ എല്ലാം കൂടെ ഒരു മിക്സ് ചെയ്തൊരു ഐ വാണ്ട് എൻ്റർടൈൻ പീപ്പിൾ. ജസ്റ്റ് ഒരു ക്ലാസിക്കൽ സിനിമയായിട്ട് എടുക്കാൻ പറ്റും ആ സിനിമ. പക്ഷേ ഐ വാണ്ട് ടു മേക്ക് ഇറ്റ് എ മാസ് ഫിലിം. അപ്പോൾ ഇതൊരു ബ്രിട്ടീഷ് മ്യൂസീഷ്യനും ഒരു ഇന്ത്യൻ പോയറ്റും തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറിയാണ് ഇത് ബേസിക്കലി. ദെൻ അനദർ ഇന്ത്യൻ ക്യാരക്ടർ കംസ് കോൾഡ് നീലാംബരി. അത് ഭയങ്കര ഒരു ചാലഞ്ചിങ് ക്യാരക്ടറാണ്. നീലാംബരി എന്ന് പറയുന്ന ആ ക്യാരക്ടർ ചെയ്യുന്ന ആരാണെങ്കിലും ഇറ്റ് വിൽ ബി ഷീ ഈസ് വെരി ലക്കി. കാരണം ഞാൻ എഴുതിയത് ഒന്നും കണ്ടോണ്ടല്ല, ഞാൻ എഴുതി പോവുകയാണ് കഥാപാത്രങ്ങളെ വെച്ച്. ഞാൻ എഴുതിയതാണ്. ഇന്നത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് മറ്റ് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നത്. സാറ്റലൈറ്റ് റൈറ്റ്, അതിൻ്റെ സംഭവങ്ങൾ. സാറ്റലൈറ്റ് റൈറ്റ് എങ്ങനെ ഉണ്ടാകുന്ന എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് ഞാൻ പിന്നീട് പറഞ്ഞു. കാരണം 10 സിനിമ ഫ്ലോപ്പ് ആയാലും അദ്ദേഹത്തിന് സാറ്റലൈറ്റ് റൈറ്റ് ഉണ്ടാവും. ബാബു ചിലമ്പിൽ നിന്ന് ഇപ്പോൾ ഈ കസേരയിലിരിക്കുന്നു, വലിയൊരു കാലമാണ്. ബാബുവിന് ഈ ഒരു ജീവിതത്തിൽ താങ്കൾ പ്രതീക്ഷിച്ച തരത്തിലെത്തിയോ? സംതൃപ്തിയാണോ? അല്ലെങ്കിൽ 1 മുതൽ 10 വരെ ഒരു സ്കെയിലിൽ എടുക്കുകയാണെങ്കിൽ, അങ്ങനെയൊക്കെയാണല്ലോ താങ്കൾ അമേരിക്കയിലൊക്കെ പറയണേ, ഞാൻ ഈ ഒരു സ്കെയിലിൽ വെക്കുകയാണെങ്കിൽ താങ്കൾ ഇവിടെ നിൽക്കുമോ, പകുതിയിൽ നിൽക്കുമോ, 5-ൽ നിൽക്കുമോ, 4-ൽ നിൽക്കുമോ, 6-ൽ നിൽക്കുമോ? പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ നിൽക്കുന്നില്ല എന്നാണ്. ഐ എം സ്റ്റിൽ ക്ലൈംബിങ്. ഓക്കെ, എവിടെ നിന്നാണ് ക്ലൈംബ് ചെയ്യുന്നത്? ഞാൻ ഇപ്പോഴും ഒരു 50% ക്ലൈംബ് ചെയ്തു. 5-ൽ നിന്ന് ക്ലൈംബ് ചെയ്തുകൊണ്ടിരിക്കുക. താങ്കൾ 5-ൽ നിൽക്കുന്നില്ല, ക്ലൈംബ് ചെയ്യാണ്. അതിനെ ആരെ പറഞ്ഞ പോലെ ഗ്ലാസ്സിലെ വെള്ളം പാതി കാലിയാണ് ഗ്ലാസ് എന്ന് പറയാം, പാതി നിറഞ്ഞിരിക്കുക എന്ന് പറയാം. ഞാൻ കാണുന്നത് താങ്കൾ പകുതിയിൽ നിന്ന് മുകളിലേക്ക് കയറുകയാണ്. എൻ്റെ പ്രാർത്ഥന, എൻ്റെ ആഗ്രഹം, ജീവിതത്തിൽ, താങ്കളുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ, സിനിമയിൽ, കരിയറിൽ, താങ്കളുടെ മാർഷൽ ആർട്സിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് താങ്കൾക്കുണ്ടാകട്ടെ. ഒരുപക്ഷെ മലയാളിക്ക് നല്ലൊരു ജെയിംസ് ബോണ്ടിനെ താങ്കളോട് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും സമയം ബാബു ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വലിയ താങ്ക്സ്. താങ്ക് യു സോ മച്ച്.